ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിൻ്റെ ഭാഗമായിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ നമ്പർ സീരീസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമ്മൾ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബേസിക് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാത്തതുണ്ടെങ്കിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 അപ് ടു ഇൻഫിനിറ്റ് വരെ വരുന്ന നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടി വരുമ്പോഴാണ് അത് ഹോൾ നമ്പേഴ്സ് ആവുന്നത്. 0 1 2 3 അപ് ടു ഇൻഫിനിറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇവൻ നമ്പർ. 2 4 6 8 10 അങ്ങനെ വരുന്ന ഇവൻ നമ്പേഴ്സ് ആണ്. പിന്നെ ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 1 3 5 7 അങ്ങനെ വരുന്നത്. പിന്നെ പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു നമ്പറും അതുപോലെ ഒന്നും അത് മാത്രമേ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അതായത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഘടകങ്ങൾ എന്ന് പറയും. ഫാക്ടേഴ്സ് നമ്മൾ മലയാളത്തിൽ ഘടകങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഒന്നും ആ ഒരു നമ്പറും മാത്രമാണ് ആ ഒരു നമ്പറിന്റെ എന്തായിട്ട് വരുന്നത്, ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 3 5 7 11 13 17 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ്, അതായത് രണ്ടിലധികം ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 4 6 8 9 അങ്ങനെ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് അറിഞ്ഞു വെക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ തരുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചെയ്യുക പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൈം നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും. സ്റ്റാർട്ടിങ് തന്നെ തരണമെന്നില്ല, 11 13 17 അങ്ങനെയൊക്കെ തരും. ഓക്കെ, അപ്പം നമുക്ക് ആ ഡിഫറൻസിൽ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, ഓക്കെ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുന്നത്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 30 വരെയുള്ള നമ്പറിന്റെ സ്ക്വയറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചു വെക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ നമ്പേഴ്സിന്റെ ഓരോ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ഈ സ്ക്വയേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് സ്ക്വയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 30 വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്നാലേ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ, നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഫെമിലിയർ ആവുള്ളൂ, ആ ഒരു പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്കിലും കാണാതെ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യൂബ്സ് ആണ്. സോ ക്യൂബിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 15 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ സോ നമ്മൾ പണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എല്ലാം പഠിച്ചു വെച്ചിരുന്നില്ലേ, അപ്പോൾ അതുപോലെ സ്ക്വയേഴ്സും ക്യൂബ്സും കാണാതെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ദ നമ്പേഴ്സ് ഇൻ ദ സീരീസ് ആർ കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ 2 കേസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഈസ് സ്ലോ, അതായത് ഒരു സ്ലോ പേസിലാണ് ഇൻക്രീസ് നടക്കുന്നത്. ഓക്കെ, അതായത് ഡിഫറൻസ് എന്നുള്ളത് ഇൻക്രീസിങ് പാറ്റേൺ ആണ്, ഡിഫറൻസ് വളരെ ചെറുതാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ അവിടെ അത് ചിലപ്പോൾ ഒരു കേസ് ഓഫ് അഡീഷൻ ആയിരിക്കാം. ഓക്കെ, അതായത് ഒരു ചെറിയ ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം അത്. ഇനി ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണെങ്കിൽ ഇറ്റ് മേ ബി എ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഏതെങ്കിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കാം ആ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി അടുത്തത് പറയുന്നത് ഇഫ് ദ നമ്പേഴ്സ് ഇൻ ദ സീരീസ് ആർ ഡിക്രീസിങ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് പാറ്റേൺ ആണെന്ന് വിചാരിക്കാം. ഡിക്രീസിങ്ങിലും 2 കേസ് വരുന്നുണ്ട്. അതായത് സ്ലോ ഡിക്രീസ് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു കേസ് ഓഫ് സബ്ട്രാക്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു നമ്പർ കുറച്ച് അങ്ങനെ വരുന്നൊരു പാറ്റേൺ ആയിരിക്കാം. അതല്ല, ആ ഒരു ഡിക്രീസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിക്രീസ് ആണെങ്കിൽ ഇറ്റ് മേ ബി എ കേസ് ഓഫ് ഡിവിഷൻ ആയിരിക്കാം.
എക്സാമ്പിൾ ആയിട്ട് പറയാ വെച്ചാൽ ഒരു 50, 25, 12.5 അങ്ങനെയാണ് വന്നിരിക്കുന്നത് വിചാരിക്കുക. നെക്സ്റ്റ് നമ്പറാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 50, 25 അല്ലേ. അപ്പോൾ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 25 കിട്ടുക. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12.5 കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എത്രയാണ് വരിക? 12.5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6.25 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 6.25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഡിക്രീസ് എന്നുള്ളത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഡിക്രീസ് ആണെങ്കിൽ അതൊരു കേസ് ഓഫ് ഡിവിഷൻ ആയിരിക്കാം. ഇനി അടുത്തത് പറയുന്നത് ഇഫ് ദ നമ്പേഴ്സ് ആർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓൾട്ടർനേറ്റീവ്ലി. രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്, അടുത്തത് ഇനി ഒരു ഡിക്രീസ് ആണ്, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു ഡിക്രീസ്, അങ്ങനെയാണെങ്കിൽ അതൊരു മിക്സ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെ ആയിരിക്കാം നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടിപ്സ് ആണ്. ഇതുപോലെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എങ്ങനെയാ വെച്ചാൽ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. നമുക്കൊരു എന്ത് വേണം, നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫെമിലാരിറ്റി ഉണ്ടാവണം അല്ലേ. അത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. കൺസിഡർ ദ സീരീസ് ഗിവൺ ബിലോ, ഫൈൻഡ് ദ നമ്പർ വിച്ച് ക്യാൻ ബി ഇൻസേർട്ടഡ് അറ്റ് ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ നമുക്കിവിടെ ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. സോ നമ്പർ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്: 5, 14, 39, 88, 209, ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ 667 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ സീരീസിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ് വരിക, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുന്ന ടൈമിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സീരീസ് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇല്ല, നമുക്ക് ഒരു പാറ്റേണും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 5ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ് വരിക അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പേപ്പർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ 5ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 9 എന്നാണ്. ഇനി അടുത്തത് 14ഉം 39ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് 39ഉം 88 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 49 വരും. 88ഉം 209ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 121 ആണ് വരിക. അപ്പോൾ ഇനി ആ ഡിഫറൻസ് വന്ന നമ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. അതായത് 9, 25, 49, 121. അതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താ പാറ്റേൺ എന്ന് പറയുന്നത്? ആ നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 9, 25, 49, 121 എന്ന് പറയുന്നത്. ഇത് എന്താണ്? നമ്മളിപ്പോൾ സ്ക്വയേഴ്സും ക്യൂബ്സ് ഒക്കെ നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് ആണ് അല്ലേ. എന്തിന്റെ സ്ക്വയേഴ്സാ? 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്, 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്, 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്, അതുപോലെ 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതെല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. 3, 5, 7, 11 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. സോ നെക്സ്റ്റ് നമ്പർ വരിക എന്തായിരിക്കും? 13 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ് വരിക. സോ നമ്മൾ നെക്സ്റ്റ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്പർ സീരീസിലെ നെക്സ്റ്റ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 13ന്റെ സ്ക്വയർ അതായത് 169 ആണ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? 209ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 378 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. 13 കഴിഞ്ഞ് 17 ആണ് വരിക. സോ 17ന്റെ സ്ക്വയർ അതായത് 289 എന്നുള്ളത് ഇപ്പൊ നമുക്ക് കിട്ടി 378ന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 667 എന്ന് കിട്ടും. സോ അത് അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ആ സീരീസ് ഒന്ന് നോക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്തടുത്ത നമ്പറുകളിലെ ഡിഫറൻസ് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് ഇപ്പോൾ ചെയ്ത പോലെ ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഫസ്റ്റ് ലെവലും ഇല്ല, അതിന്റെ ഡിഫറൻസ് ഒന്നും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അതിപ്പോൾ ഇതിൽ 5th ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്താണ് ഈ സെക്കൻഡ് ലെവലിൽ നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ അപ്പോൾ ആദ്യം നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിലാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത 1-2 മെത്തേഡ് കൂടി ട്രൈ ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. സോ അവിടെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്. ആ നമ്പർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സീരീസ് എങ്ങനെയാണ്? 2, 12, 36, ക്വസ്റ്റ്യൻ മാർക്ക് 150 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ആദ്യം ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താലും നമുക്ക് ഒരു പാറ്റേണും അതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 2, 12 തമ്മിലുള്ള ഡിഫറൻസ് 10 വരും. 12, 36 തമ്മിലുള്ള ഡിഫറൻസ് 24 വരും.
അപ്പോൾ അവിടുത്തെ നമുക്കൊരു പാറ്റേൺ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതല്ല അവിടുത്തെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് മാറി ചിന്തിച്ച് നോക്കാം എന്താണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 1 ക്യൂബ്, അതാണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 സ്ക്വയർ 1 × 1 പ്ലസ് 1 × 1 × 1, അതായത് 1 സ്ക്വയർ പ്ലസ് 1 ക്യൂബ് ആണ് 2 എന്ന് പറയുന്നത്. അതുപോലെ 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് ആണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് 3 സ്ക്വയർ പ്ലസ് 3 ക്യൂബ് ആണ് 36 എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് എന്തായിരിക്കും വരിക? 4 സ്ക്വയർ പ്ലസ് 4 ക്യൂബ് ആണ് 80 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് 5 ക്യൂബ് ആണ് 150 എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്ക്വയറും ക്യൂബൊക്കെ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു അത്ര ഈസി ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒത്തിരി മീഡിയം ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. ഇപ്പൊ നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട് 2, 10, 30, 68, 130 പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്യാം. എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ 2, 10 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് വരുന്നത് 8 ആണ് വരിക. അതുപോലെ 10 ഉം 30 തമ്മിലുള്ള ഡിഫറൻസ് 20 വരും. അടുത്തത് 30, 68 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 38 വരും. 68 ഉം 130 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 92 വരും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് അതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അല്ലേ? ഒരു പാറ്റേണും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് നമുക്കിനി അത് മാറ്റി വേറൊരു രീതിയിൽ, അതായത് നമ്മുടെ സ്ക്വയേഴ്സും ക്യൂബ്സും ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ സ്ക്വയർ നോക്കുകയാണെങ്കിൽ 1 × സ്ക്വയർ അല്ലേ, 1 സ്ക്വയർ പ്ലസ് 1 ആ രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ 1 ക്യൂബ് പ്ലസ് 1 ആണ് 2 എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കിയാലോ, 10 എന്ന് പറയുന്നതോ 2 സ്ക്വയർ പ്ലസ് 2 ആണോ? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. 4 + 2 6 ആണ് വരിക. അപ്പോൾ അതല്ല 10 വരുന്നത്. 2 ക്യൂബ് പ്ലസ് 2 ആണോ നോക്കി നോക്കുക. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8 + 2 ആണ് 10 വരുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിയോ? 1 ക്യൂബ് പ്ലസ് 1, 2 ക്യൂബ് പ്ലസ് 2. ഇനി അടുത്ത് നോക്കി നോക്കൂ, 3 ക്യൂബ് പ്ലസ് 3. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 ആണ്, പ്ലസ് 3 എന്ന് പറയുമ്പോൾ 30 ആണ്. അപ്പോൾ അതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പാറ്റേൺ എന്ന് പറയുന്നത് കിട്ടിയോ? പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്: 1 ക്യൂബ് പ്ലസ് 1, 2 ക്യൂബ് പ്ലസ് 2, 3 ക്യൂബ് പ്ലസ് 3, 4 ക്യൂബ് പ്ലസ് 4, 5 ക്യൂബ് പ്ലസ് 5. അപ്പോൾ അടുത്തത് എന്താ വരിക? 6 ക്യൂബ് പ്ലസ് 6. ഓക്കെ, അപ്പോൾ 6 ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്, പ്ലസ് 6 അതായത് 222. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 222 ആണ് വരിക. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് പാറ്റേൺ കിട്ടുന്നുണ്ടോ നോക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ക്വയേഴ്സിലേക്കും ക്യൂബിലേക്കും കിടക്കുക. സ്ക്വയേഴ്സിൽ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴോ ക്യൂബിൽ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴാണോ ആ ഒരു നമ്പർ വരുന്നത്, അങ്ങനെയാണോ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഗിവൺ ഇൻ ദ ബിലോ സീക്വൻസ്. സോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞിട്ടുള്ള ആ ഏരിയയിൽ എന്താണ് വരിക, അപ്പോൾ അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും ഇതിൻ്റെ ആൻസർ. ഇതാണ് നമ്മുടെ പാറ്റേൺ അല്ല, നമ്മുടെ സീരീസ് ഇതാണ്: 6, 7/2, 8/3, 9/4. അടുത്ത ക്വസ്റ്റ്യൻ മാർക്കാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 11/6 ആണ്. ആ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും അല്ലേ. സോ 6 എന്ന് പറയുമ്പോൾ എന്താ? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/1 ആണ് 6 എന്ന് പറയുന്നത് അല്ലേ. 6/1, 7/2, 8/3, 9/4. ഇപ്പം എന്താ ചെയ്യുന്നത്? എന്താ പറയുക, നോമിനേറ്ററിലും ഓരോ നമ്പർ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു, ഡിനോമിനേറ്ററിലും ഓരോ നമ്പർ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു അല്ലേ. അതല്ലേ പാറ്റേൺ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ 6, 7, 8, 9 എന്നാണ് നോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 10 ആയിരിക്കും അല്ലേ. 10 വരും. ഡിനോമിനേറ്ററിലാണെങ്കിൽ 1, 2, 3, 4 എന്നാണ് വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്പർ 5 ആയിരിക്കും. അപ്പോൾ 10/5 എന്നാണ് വരിക അല്ലേ. 10/5 എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ 10/5 ഇല്ല. നമുക്ക് 10/5 കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 10ഉം 5ഉം 5ൽ പോവും. അപ്പോൾ എത്രയാണ് നമുക്ക് വരിക? 2/1 വരും അല്ലേ. സോ 2/1 എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. C2 ആണ് ആൻസർ ആയിട്ട് വരിക. 10/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/1 ആണ്, അതായത് 2 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C2 ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. സോ ഇതിൽ നമ്മൾ മിസ്സിംഗ് ടേം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്: 1, 7, 25, 61, 121 ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ 337 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 1ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ എത്ര വരും? 6 എന്നാണ് വരിക. സോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്.
ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഡിഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ആൻസറിലേക്ക് എത്തുന്നത്. പക്ഷെ ഡിഫറൻസ് എന്നുള്ളത് ഒരു 2 ലെവൽ 3 ലെവൽ വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പാറ്റേൺ എഴുതി, പാറ്റേൺ അല്ല, നമ്മുടെ സീരീസ് എഴുതി 1, 7, 25, 61, 121 എഴുതി. ആദ്യം നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 1ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 6. ഓക്കെ, അതാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 7ഉം 25 തമ്മിലുള്ള ഡിഫറൻസ് 18, 25ഉം 61 തമ്മിലുള്ള ഡിഫറൻസ് 36 ആണ്. 61ഉം 121 തമ്മിലുള്ള ഡിഫറൻസ് 60 ആണ്. നമുക്ക് ഇതൊന്നും ഒരു പാറ്റേൺ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഡിഫറൻസ് കൂടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ 6ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കി നമുക്ക് 12 കിട്ടി. അത് ഞാൻ വേറെ കളറിലാണ് എഴുതിയിരുന്നത്, ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ സെക്കൻഡ് ലെവൽ ഓഫ് ഡിഫറൻസ് എന്നുള്ളത് 18ഉം 36 തമ്മിലുള്ള ഡിഫറൻസ് നോക്കി നമുക്ക് 18 കിട്ടി. അടുത്ത 36ഉം 60 തമ്മിലുള്ള ഡിഫറൻസ് നോക്കി നമുക്ക് 24 കിട്ടി. ഇവിടുന്ന് നമുക്കൊരു പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 12, 18, 24 എന്ന് പറയുന്നത് 6 ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 24ന്റെ കൂടെ 6 ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരിക? 30 വരും അല്ലേ. അപ്പൊ ആ 30 60യുടെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 90 വരും. ആ 90 121ന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 211 കിട്ടും. അപ്പോൾ 211 എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫറൻസ് അല്ല, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ലെവൽ വരെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും ഡിഫറൻസ് നോക്കി എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതൊന്നും ഒരു പാറ്റേണും കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു രീതി മാറ്റി വെച്ചിട്ട് അടുത്തയിലേക്ക് കിടക്കുക. അതായത് സ്ക്വയേഴ്സ് എടുത്തിട്ട് സ്ക്വയേഴ്സിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണോ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യൂബ്സിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണോ പാറ്റേൺ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കുക. ഓക്കെ, ഇത്രയൊക്കെ വരെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കി ഇങ്ങനെ ഒരു തേർഡ് സ്റ്റെപ്പ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 or 3 ടൈംസ് വരെ ചെയ്ത് നോക്കി. ഓക്കെ, എന്നിട്ടും നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് പേപ്പർ ചെയ്തിട്ടാണ് ഫസ്റ്റ് പേപ്പറിലേക്ക് വരുന്നതെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സെക്കൻഡ് പേപ്പർ ആണെങ്കിൽ ഫസ്റ്റ് പേപ്പർ ചെയ്യാൻ നിങ്ങൾക്ക് 60 മിനിറ്റ്സിനും കുറവ് ടൈമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മേളിൽ തന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടൈം വളരെ കുറവായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേപ്പർ ചെയ്തിട്ടാണ് സെക്കൻഡ് പേപ്പർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ്റെ മീതെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പേപ്പറിലേക്ക് ടൈം കുറവേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പോരാത്തതിന് നമ്മളിപ്പോൾ ഇരുന്ന് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനിലായിരിക്കില്ല നമ്മൾ എക്സാം ഹാളിൽ ചെയ്യുക. അതായത് ഒരുപാട് സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഇരുന്നിട്ടായിരിക്കും ചെയ്യുക. ഇതുപോലെ ഇരുന്ന് ചിന്തിക്കാൻ, ഫ്രീ ആയിട്ട് ചിന്തിക്കാനൊന്നും നമുക്ക് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ മാക്സിമം 2 or 3 വട്ടം, അത് കുറേ സമയം എടുത്തിട്ടല്ല കേട്ടോ പറയുന്നത്, വളരെ പെട്ടെന്നാണ് പറയുന്നത്. 2 or 3 വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? റിവ്യൂ ഇട്ടിട്ട് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 or 3 വട്ടത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും പിന്നെ അതിൻ്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ അവിടെ ചിലപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കാം. നമ്മൾ 4 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കളയാൻ നിൽക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഇതും കിട്ടില്ല, ആ ക്വസ്റ്റ്യനും ചെയ്യാനും പറ്റില്ല, 6 മാർക്ക് പോകും. അതാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും സമയം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്പർ സീരീസിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ UGC നെറ്റിൻ്റെ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്താൽ കിട്ടും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.